SP ഇന്ന് കോവൂർ ഉല്ലാസ് കോവൂർ അടക്കമുള്ളവർ അദ്ദേഹത്തിനൊപ്പം ഉണ്ട്. അദ്ദേഹം ഇന്നലെ ഉല്ലാസ് കോവൂരാണ് നമ്മൾ ഇന്നലെ ആദ്യഘട്ടത്തിൽ നമ്മളോട് സംസാരിച്ച അവിടുത്തെ ജനപ്രതിനിധിയുള്ള ഒരാൾ. ഇന്നലെ ഏതാണ്ട് ഇതേ സമയമാണ്, ഇതേ സമയമല്ല, ഇതിനു മുമ്പ് ഒരു 10:30 ആണ് ആ വാർത്ത അരുൺരാജ് ആദ്യം കേരളത്തെ അറിയിക്കുന്നത്. പിന്നീടുള്ള ഞെട്ടലിൻ്റെ നടുങ്ങലിൻ്റെ മണിക്കൂറുകളായിരുന്നു പിന്നീട് അങ്ങോട്ടുണ്ടായിരുന്നത്. ഒരു രാത്രി പുലർന്ന് പിറ്റേ ദിവസം എത്തുമ്പോഴും ആ വേദനയ്ക്കും ആ ആഘാതത്തിനും ഒട്ടും തന്നെ കുറവില്ല എന്ന് തന്നെ പറയണം. കാര്യം ആഘാതം വർദ്ധിപ്പിക്കുന്ന അങ്ങേയറ്റം അനാസ്ഥയുടെ പര്യായം, അല്ലെങ്കിൽ അനാസ്ഥകളുടെ ഒരു ഘോഷയാത്രയിൽ അനാസ്ഥകൾ കൊണ്ട് മാത്രം ഒരു കുട്ടി മരിച്ചുപോയല്ലോ എന്ന ചിന്ത അത് വല്ലാത്ത രീതിയിൽ മനുഷ്യത്വമുള്ളവരെയൊക്കെ വേദനിപ്പിക്കുന്നുണ്ട്. മന്ത്രി ജെ ചിഞ്ചുറാണി അടക്കമുള്ളവർ വേറെ രീതിയിൽ ചിഞ്ചുറാണി പറയുന്നത് കുട്ടി വലിഞ്ഞു കയറിയതാണ് എന്നൊക്കെ തീർത്തും ഉത്തരവാദിത്തമില്ലാതെ മനുഷ്യത്വമില്ലാതെ ഇൻസെൻസിറ്റീവായി പറഞ്ഞതെന്ന് മാത്രമല്ല, അത് കഴിഞ്ഞ് ആ സ്കൂളിലുള്ള ഏതോ സുംബ ഡാൻസിൽ ഒക്കെ കളിക്കുന്നൊക്കെയുണ്ട് ചിഞ്ചുറാണി. നല്ല കാര്യമാണ്, എല്ലാം നല്ല കാര്യമാണ്. മന്ത്രി കൃഷ്ണൻകുട്ടിയും അത് തന്നെ പറഞ്ഞായിരുന്നു. കുട്ടി എന്താണ് ഇനി അവിടെ അല്ല, അതിന് മുകളിലാണ് ലൈനെങ്കിൽ പോലും അത് സംഭവിക്കുമായിരുന്നു എന്നൊക്കെ മന്ത്രി കൃഷ്ണൻകുട്ടിയും പറയുന്നത് കേട്ടു. കുട്ടിയെ കുറ്റപ്പെടുത്തലാണ്, നല്ല കാര്യമാണ്, അങ്ങനെ തന്നെ പറയട്ടെ. അത് മന്ത്രി NK പ്രേമചന്ദ്രൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. KCB ഉദ്യോഗസ്ഥർ അടക്കം ഇവരോട് സൂചിപ്പിച്ചതാണ് ഇതിനകത്ത് സേഫ്റ്റി മെഷേഴ്സ് വിഷയത്തെക്കാളുപരി ഇന്നലെ മന്ത്രി ചിഞ്ചുറാണി ഇല്ലെന്നുള്ള മന്ത്രിയാണ്. മന്ത്രി പറഞ്ഞത് ആ പയ്യൻ വലിഞ്ഞു കയറി അപകടത്തിൽപ്പെട്ടെന്നുള്ള കാര്യമാണ്. പക്ഷേ മന്ത്രി എടുത്തിട്ടുണ്ടെങ്കിൽ പോലും അമ്മ എന്നുള്ള നിലയിലെങ്കിലും ആ ഒരു സമീപനം സ്വീകരിച്ചില്ല മന്ത്രി. സംസ്ഥാന മന്ത്രിമാർ കേരളത്തിൽ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ നടത്തുന്ന പ്രതികരണങ്ങൾ തികച്ചും മനുഷ്യത്വരഹിതവും ധാർഷ്ട്യത്തിൻ്റെയും ധിക്കാരത്തിൻ്റെയും സ്വഭാവം നിറഞ്ഞതാണ് കേരളത്തിലെ മന്ത്രിമാരുടെ പല പ്രതികരണങ്ങളും. കഴിഞ്ഞ ദിവസം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ ഉണ്ടായ ദാരുണമായ സംഭവം കേരളത്തിൻ്റെ മനസാക്ഷിയെ ഞെട്ടിപ്പിച്ച സംഭവമാണ്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മിഥുൻ എന്ന് പറയുന്ന 13 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി രാവിലെ ആദ്യ ബസ്സിൽ സ്കൂളിൽ എത്തുമ്പോൾ തന്നെ സ്കൂളിന് ആവശ്യമായിട്ടുള്ള കുട്ടികളുടെ പരിരക്ഷയും സംരക്ഷണവും ഉറപ്പുവരുത്താൻ ഉതകുന്ന NK പ്രേമചന്ദ്രൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. അവിടെ ഷഫീദ് റാവുത്തർ ചേരുന്നു സ്കൂളിന് മുന്നിൽ. ഷഫീദ്, നമ്മൾ വയനാട് ഒരു കടുവാക്രമണത്തിൽ ഒരു യുവാവ് ഒരാൾ കൊല്ലപ്പെടുന്നു. അതിനുശേഷം കടുവ വേട്ട നടക്കുന്നു. മന്ത്രി AK ശശീന്ദ്രൻ ഒരു ഫാഷൻ ഷോയിൽ പോയി അദ്ദേഹത്തിൻ്റെ സ്ഥിരം ഒരു ഹിന്ദിപ്പാട്ട് പാടുന്നതും എല്ലാവരും കയ്യലിച്ച് ആർത്തുലസിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇന്നലെ മന്ത്രി ജെ ചിഞ്ചുറാണി കുട്ടി വലിഞ്ഞു കയറിയതാണ് പ്രശ്നമെന്ന് പറയുന്നതും അതിനുശേഷം ഇറങ്ങി സുംബ ഡാൻസ് കളിക്കുന്നതും നമ്മൾ കണ്ടതാണ്. എത്രത്തോളം ഇൻസെൻസിറ്റീവ് മനുഷ്യന്മാരാണ് ഇവരൊക്കെ നാട് വിലയിരുത്തുന്നത്? നമ്മുടെ പ്രശ്നം അതല്ല. ഷഫീദ്, ഇന്നലെ ഈ സമയം നമ്മളുടെ വാർത്ത വായിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് അരുൺരാജിൻ്റെ ഞെട്ടിക്കുന്ന വാർത്ത വരുന്നതും പിന്നീട് നമ്മൾ ഇങ്ങോട്ട് കാണുന്നതൊക്കെ അനാസ്ഥയുടെ ഘോഷ ഓരോന്നോരോന്നായി കെടുകാര്യസ്ഥതയിൽ ഒരു 8ാം ക്ലാസ്സുകാരൻ്റെ ജീവൻ കുരുതി കൊടുത്തു എന്ന് തെളിയിക്കുന്ന വാർത്തകളും ദൃശ്യങ്ങളും തന്നെയാണ്. ഷഫീദ്, എന്തായാലും ഇപ്പോൾ അത് മാറ്റിയെന്ന് തോന്നുന്നു അല്ലേ ഈ കറണ്ട് കമ്പി? ആ കറണ്ട് കമ്പി വഴിയുള്ള വൈദ്യുതി പ്രവാഹം ഇപ്പോൾ തൽക്കാലത്തേക്കിന് അവർ ഇന്നലെ വിച്ഛേദിച്ചിട്ടുണ്ട് വൈകിട്ടോടുകൂടി. പക്ഷേ ആഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സ്റ്റേറ്റിന്റെ അനാസ്ഥയെ എത്രത്തോളമാണ് മന്ത്രിമാർ സെൻസിറ്റീവായി എടുക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ മണിക്കൂറുകളിൽ 2 മന്ത്രിമാരുടെ പ്രതികരണം പുറത്തു വരുന്നുണ്ട്. അതിൽ ഒന്നാമത്തേത് വൈദ്യുതി വകുപ്പ് മന്ത്രി K കൃഷ്ണൻകുട്ടിയാണ്. രണ്ടാമത്തേത് നമുക്കറിയാം ജെ ചിഞ്ചുറാണിയുടെ പ്രതികരണമാണ് വരുന്നത്. സ്വാഭാവികമായും ഈ 2 പ്രതികരണങ്ങളിലും ഒരു ന്യായീകരണത്തിന്റെ അംശം അതിനകത്തുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തേവലക്കരയിൽ ഒരു 8ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് ജീവൻ നഷ്ടമായ, സ്കൂളിൽ വിദ്യാഭ്യാസത്തിന് വന്ന ഒരു 8ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് ജീവൻ നഷ്ടമായ സംഭവത്തിലെ അനാസ്ഥ എണ്ണി പറഞ്ഞാൽ ഒന്നാമത്തേത് ഈ സ്കൂളിന്റെ PTA മാനേജ്മെന്റ് തൊട്ട് അവരുടെ പ്രധാന അധ്യാപികയും കടന്ന് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അടക്കമുള്ള ആൾക്കാരും കടന്ന് KSEB ഉദ്യോഗസ്ഥരിൽ ലൈൻമാൻ മുതൽ മുകളിലോട്ട് അങ്ങോട്ട് KSEBയുടെ ഉദ്യോഗസ്ഥർ വരെ കടന്നതിനൊക്കെ അപ്പുറത്തേക്ക് വിദ്യാഭ്യാസ വകുപ്പിന്റെ നിരീക്ഷണ സംവിധാനങ്ങൾക്കൊക്കെ വീഴ്ച പറ്റിയെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം പലതരത്തിലുള്ള വീഴ്ചകൾ നമുക്ക് പറയാം. ഈ സ്കൂൾ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്കൂളിന്റെ പ്രധാനപ്പെട്ട കെട്ടിടം, അതിന് മാത്രമാണ് ഈ സ്കൂളിൽ ഫിറ്റ്നസ് ഉള്ളത് എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വരെ പ്രതികരിച്ചിട്ടുണ്ട്, ബൈറ്റ് തന്നിട്ടുണ്ട്. അതിനോട് ചേർന്ന് ഒരു സൈക്കിൾ ഷെഡ് പണിയുമ്പോൾ സ്വാഭാവികമായും ഒരു പൊതു സംവിധാനത്തിൽ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിലൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള എക്സ്റ്റൻഷൻ വേണമെങ്കിൽ അതിൽ കൃത്യമായ സംവിധാനങ്ങൾ പാലിക്കണമെന്ന പ്രോട്ടോകോൾ ഉണ്ട്. അത് ബാലാവകാശ കമ്മീഷൻ KV മനോജ് കുമാർ ആവർത്തിച്ച് പ്രതികരിക്കുകയും ചെയ്ത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഈ സ്കൂളിലെ ആ സൈക്കിൾ ഷെഡ് നിർമ്മാണം തദ്ദേശ വകുപ്പ് അറിഞ്ഞിട്ടില്ലെന്ന് അവർ പറയുന്നു. ഒന്നത്. രണ്ടാമത്തേത്,
ഇതിൽ അങ്ങനെ ഒരു പ്രോട്ടോകോൾ പാലിക്കണമെന്നുള്ള കാര്യം പ്രധാന അധ്യാപികയ്ക്ക് അറിയില്ലായിരുന്നു എന്നുള്ള ചോദ്യം രണ്ടാമത്തേത്. മൂന്നാമത്തേത്, അങ്ങനെ ഒരു സ്കൂളിൽ അങ്ങനെ ഒരു എക്സ്റ്റൻഷൻ അനന്തര എക്സ്റ്റൻഷൻ നടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് പഞ്ചായത്ത് അവിടെ നോക്കുകുത്തിയായിട്ട് ഇരിക്കുന്നത് എന്നുള്ളത് മൂന്നാമത്തെ ചോദ്യം. നാലാമത്തേത്, ഇവിടെ പരിശോധനയ്ക്ക് എത്തിയ ഉദ്യോഗസ്ഥർക്ക്, ജില്ലാ വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥർക്കടക്കം സംഭവിച്ച വീഴ്ച. അഞ്ചാമത്തേതാകട്ടെ, ഈ കൃത്യമായി സ്കൂളുകളിൽ മോണിറ്ററിംഗ് സംവിധാനം നടത്തണം, പ്രത്യേകിച്ച് കെട്ടിടങ്ങളുടെ ഫിറ്റ്നസ് അടക്കമുള്ള കാര്യങ്ങളിൽ അത് നടത്തണം എന്നുള്ള വിദ്യാഭ്യാസ വകുപ്പിന് വീഴ്ച പറ്റി. അങ്ങനെ KSEBക്ക് വീഴ്ച പറ്റി. അങ്ങനെ വീഴ്ചകളുടെ ഘോഷയാത്ര ഉണ്ടായിട്ടും ഈ സ്കൂളിനെ സംബന്ധിച്ച് നിലവിൽ ഇപ്പോൾ ഒറ്റ കാഴ്ചയിൽ നമുക്ക് കാണാൻ പറ്റും വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. എന്നിട്ടും ആ കുട്ടിയെ പഴിക്കുന്നതിലെ പ്രശ്നമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും വിദ്യാഭ്യാസ മന്ത്രിക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ കൊടുത്ത വിശദ റിപ്പോർട്ടിൽ അക്കമിട്ട് എണ്ണി പറയുന്നുണ്ട് ആ വീഴ്ചകൾ.